ദ ലവിങ് ഫാദർ, സ്നേഹിക്കുന്ന അപ്പൻ. ഈ ഒരു കുറേ ദിവസങ്ങളിലെ എപ്പിസോഡുകളെല്ലാം പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ മാറ്റി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് എന്നെ കൊണ്ടെടുപ്പിക്കുന്നത്. അത് ഒരു പ്രത്യേക വരമാണ്. നമ്മളെ ഒരു തലത്തിൽ നിന്ന് ഞാൻ വേറൊരു തലത്തിലോട്ട് കയറ്റുകയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം സാധാരണ നമ്മുടെ ആവശ്യങ്ങൾ പറയും, മക്കളുടെ കാര്യം പറയും, അതൊക്കെ നല്ലതെല്ലാം ദൈവം തരും. പക്ഷേ നമ്മൾ ഭൂമിയിലിരുന്നു കൊണ്ട് ദൈവത്തെ ദൂരെ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫീലിംഗ് അന്നേരം. നമ്മൾ കൂടുതൽ വചനത്തിൽ ഇങ്ങനെ പഠിച്ച് വചനത്തിലിരിക്കുമ്പം നമ്മളും ദൈവവുമായിട്ട് അടുത്തിരുന്നിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടും. അത് പുത്രൻ തമ്പുരാനിൽ കൂടെ പിതാവിൻ്റെ സ്നേഹം ഒഴുകാൻ തുടങ്ങും. അത് നമ്മളിലുള്ള പാപം കൊണ്ട് നേരത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ദൈവം തരാഞ്ഞിട്ടല്ല, പുത്രൻ അറിയിക്കാഞ്ഞിട്ടുമല്ല, പരിശുദ്ധാത്മാ പഠിപ്പിക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ നമ്മളിലുള്ള ജഡീക ശക്തി അല്ലെങ്കിൽ പാപ സ്വഭാവത്തിന് ദൈവത്തെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കിഴക്ക് പടിഞ്ഞാറ് മാറുന്നത് പോലെ ഒരു നല്ല കാര്യമൊന്ന് പറഞ്ഞു കൊടുക്കുക, ഈ ദുഷ്ടാത്മാവ് നേരെ വിപരീതം ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു കുഞ്ഞിനോട് ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിയതിന് മുമ്പ് ആ കുട്ടി വരയ്ക്കപ്പുറത്ത് ചാടിക്കഴിയും. 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ ദിസ് ഈസ് ഇൻബോൺ ഇൻ ഹ്യൂമൻ നേച്ചർ. ദൈവം പറയുന്നതിന് വിപരീതം ചെയ്യുക. അപ്പനും അമ്മയും ഇപ്പം തന്നെ എനിക്ക് പ്രായമുള്ള മക്കളുണ്ട്. നമ്മുടെ മക്കളോട് നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആത്മാവിൽ നിറയ്ക്കാതെ പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ദൈവസ്നേഹം ഉളവാകുന്നത് ചെറുപ്പത്തിലേ അവരെ ദൈവത്തിൻ്റെ വഴിയിൽ വളർത്തിയെങ്കിൽ മാത്രമേ അവരത് ഉൾക്കൊള്ളത്തുള്ളൂ. കതിരെ കൊണ്ട് വളം വയ്ക്കുക എന്ന് പറയുന്നത് പോലെ. കർത്താവ് പിതാവിൻ്റെ ആഗ്രഹം നമ്മളെ മനസ്സിലാക്കിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പുത്രൻ തമ്പുരാനായ യേശുവിൻ്റെ ആഗ്രഹം, സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്, അവൻ എന്ത് വന്നാലും നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കുറവൊന്നും ദൈവം തമ്പുരാൻ നോക്കുന്നില്ല. ഒന്ന് മാത്രമേ ആശ്രയിക്കണമെന്ന് മാത്രമേ, എൻ്റെ അടുക്കൽ വാ, ഏത് സിറ്റുവേഷൻ എൻ്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് സംസാരിക്കാം, പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ പിതാവിനോടുള്ള സംസർഗം, ഫെലോഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ഉറപ്പിക്കാനാണ് പുത്രൻ തമ്പുരാൻ വന്നത്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1:3 അധ്യായത്തിൽ ഇങ്ങനെ തുടങ്ങുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്താണ്? കാണണം. നീ ഒന്ന് കാണ്. പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കാൻ പിതാവിനാണ് നമ്മൾ മക്കളെന്ന് വിളിക്കാനുള്ള ആഗ്രഹം. അപ്പം നമ്മൾ അപ്പനമ്മമാർ മക്കൾ സ്വന്തം മക്കളാണെന്ന്, അവർ പൊന്നാണ്, അല്ലെ അവർ വലുതാണ്, അവർ നല്ലതാണെന്നുള്ള പ്രശംസ പറയുന്ന അപ്പനും അമ്മയ്ക്കാണ് കൂടുതൽ മക്കളെക്കുറിച്ച്. മക്കളല്ല അപ്പനമ്മമാരെക്കുറിച്ച് പ്രശംസ പറയുന്നത്. വലിയപ്പച്ചന്മാരാണെങ്കിൽ പിന്നെ കൊച്ചുമക്കളുടെ പ്രശംസയല്ല ഒന്നും പറയത്തില്ല. അതാണ് പിതാവിൻ്റെ സ്നേഹം. നമ്മളിൽ എന്തെല്ലാം, എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ നോക്കിയ ഒരു കുറവും അവർക്കില്ല. പക്ഷെ അവരുടെ അപ്പനും അമ്മയും നോക്കുമ്പോൾ പല ബലഹീനതകളാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു കുറവും. അങ്ങനെയാണ് പിതാവാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല? ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടും പിതാവിൽ നിന്ന് തൻ്റെ സൃഷ്ടിയാകുന്ന മക്കൾ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് യെശയ്യാ 61 എടുത്ത് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ ക്രിസ്തു അന്നത്തെ തോറ എടുത്തിട്ട് 61 യെശയ്യാ പ്രവാചകൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇന്ന് കേട്ടതിനാൽ നിന്നത് ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് കേൾക്കുന്ന ഫാരിസീസിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം പാപികളെ രക്ഷിക്കാൻ ഇവൻ്റെ അവകാശം, ഇവനാരാണ് അധികാരം കൊടുത്തുന്നത്? ചില നിയമങ്ങൾ ഞങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ദി പർപ്പസ് വ്യത്യാസം. യേശുവിന് പിതാവിൻ്റെ സ്നേഹം കാണിക്കണമെന്ന് പരീശന്മാർക്ക് അവരുടെ നിയമം അവർ തെറ്റിക്കാതെ ചെയ്യുന്നതിൽ ഞാൻ കർശനമായിട്ട് നോക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കാൻ ഇത് രണ്ടും രണ്ടാണ്, രണ്ട് ധ്രുവമാണ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ ഒരാൾ നിൽക്കുമ്പം മറ്റേ സൈഡ് ആ ദൈവം പറഞ്ഞ കുറേ നിയമങ്ങൾ കഠിനമായിട്ട് അത് കാണിച്ചിട്ട് എത്രമാത്രം നീ ദുഷ്ടനാണ് എന്ന് കാണിക്കാനാണ് മറ്റേ സൈഡ് കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്, കർത്താവ് 61 യെശയ്യായിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. അപ്പോൾ ഒരു അഭിഷേകമുള്ള വ്യക്തിക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. യേശു ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 പറയുന്നു, ഇന്നിത് വായിച്ച് കേട്ടതിനാൽ ഈ പ്രോഫസി ഫുൾഫിൽഡായി. എന്താണ് എഴുതി വായിച്ചത്? അത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും പിന്നെ ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കണമെന്ന്, പിന്നെ സിയോനിലെ ദുഃഖിതന്മാർക്ക് അവരുടെ ജീർണവസ്ത്രം മാറ്റി പുതുവസ്ത്രം ഉടുപ്പിച്ചു കൊടുക്കണമെന്ന്, വിഷണ്ണ മനസ്സുള്ളവന് സ്തുതിയുടെ ആത്മാവ്, ദൈവത്തെ സ്തുതിക്ക്. ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഫരിസീസ് പറയും, നീ ആരാണ് ഇതൊക്കെ പറയാനും? ദൈവപുത്രനാ വന്ന് നിൽക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സത്യമാണ്, എന്നിലുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ അതേപോലെ ആത്മാവിൻ്റെ ചലനമുള്ളവർ എനിക്ക് മനസ്സിലാകും, നന്നായിട്ട് മനസ്സിലാകും. അവർ കാണിക്കുകയും വേണ്ട, ഒന്നും പറയുകയും വേണ്ട. ഐ വിൽ ഒബ്സർവ് ഇറ്റ് ആൻഡ് ഐ നോട്ടീസ് ഇറ്റ്. വി ഗെറ്റ് കണക്റ്റഡ് ഈസിലി. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ലെവൽ അനുസരിച്ച് ചിലപ്പോൾ എന്നെ കാട്ടി കഴിവുള്ളവർ കാണും, അവരോട് ഞാൻ സ്നേഹമായിട്ട് പെരുമാറും. പക്ഷേ ഒരേപോലുള്ളവർ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാതെ, അഭിഷേകമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ സ്വന്തം കഴിവിൽ പോയി ചെയ്യാൻ നോക്കുന്നത്? അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇന്നിത് വായിച്ചതിനാൽ ഇത് സഫലമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് കർത്താവിനെ ബാപ്റ്റിസം, അതായത് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറച്ചു കഴിഞ്ഞിട്ട് യോർദാനിൽ വെച്ച് ദൈവം വെള്ളത്തിൽ സ്നാനം മുങ്ങി അതിൽ നിന്ന് യുദ്ധത്തിൽ പിശാചുമായിട്ട് ജയിച്ചു കഴിഞ്ഞിട്ടാണ് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് യേശു പോലും പോയത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പിതാവിൻ്റെ സ്നേഹം കാണിക്കാൻ ഏത് ലെവലിൽ വരെയും യേശു ക്രിസ്തു തയ്യാറായി എന്നുള്ളതല്ലേ. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഉൾക്കൊള്ളാൻ വയ്യാത്തത് ആർക്കാണ്? ആത്മാവില്ലാത്തവർക്കല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യദൈവത്തിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാതെ നിയമങ്ങളും ചട്ടങ്ങളും മാത്രം വെച്ചിട്ട് അതിൽ പ്രാധാന്യം കൊടുത്തിട്ട് അതാണ് നമ്മുടെ ആധാരമെന്ന് പറയുന്നെങ്കിൽ ആത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ മാറിപ്പോയി. വിട്ടുവീഴ്ച മനോഭാവം. ഏതൊരു നിയമം, ഞങ്ങൾ ലോയേഴ്സ് പറയും, there are laws in the book. എല്ലാ നിയമത്തിനും നിയമങ്ങളുണ്ട്. ഇപ്പം ട്രാഫിക്കിനൊക്കെ നിയമം, പിന്നെന്തോ ക്രിമിനൽ കേസിന് വേറെ നിയമം, സിവിൽ കേസിന് വേറെ, എല്ലാ നിയമങ്ങളുണ്ട്. പക്ഷേ എല്ലാ നിയമങ്ങളും എഴുതി വെച്ചെങ്കിലും ആ നിയമങ്ങൾക്കെല്ലാം ഉപരിയ ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില വിട്ടുവീഴ്ചകൾ അതിലുമുണ്ട്. ആ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ കഠിന ഹൃദയനായിട്ട് നീ ഇരുന്നാൽ ദൈവം എങ്ങനെ പ്രസാദിക്കും? പിതാവ് തൻ്റെ മനസ്സ്, തൻ്റെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സലിഞ്ഞിട്ട് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങനെയെങ്കിലും അനേകരൻ്റെയിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള. പുത്രൻ്റെ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും പുണ്യാഹ രക്തമായ ക്രിസ്തുവിൻ്റെ രക്തം പാപികളാകുന്ന ഓരോരുത്തർക്കും വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അവിടെ വരുമ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സത്യമെന്തെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അറിയുന്നവരും അനുഭവിക്കുന്നവർ പറഞ്ഞു കൊടുക്കണം. നമ്മൾക്കൊക്കെ രാത്രി ഉറങ്ങാൻ പേടിയില്ലാത്തത് നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെന്നും ചുറ്റുപാടും ദൈവദൂതന്മാരുണ്ടെന്നും ഉള്ള ഉറപ്പുകൊണ്ടാണ്. ദൈവദൂതന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം അങ്ങനെയാണ് പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിനകത്ത് എങ്ങനെയാണ് കർത്താവിൻ്റെ ഒരു രക്ഷയുടെ വിളി എപ്പോഴും നിൽക്കുകയാണ്. ഏതൊരു പ്രസംഗം പറഞ്ഞാലും രക്ഷയുടെ വചനം പറയാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആ വചനം നിർത്തരുത്. കാരണം രക്ഷിക്കപ്പെടാനാണ് നമ്മുടെ ദൈവം കേൾക്കുന്നത്. അത് രക്ഷയുടെ വചനം എന്താ പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിൽ നിൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ.
യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരം എന്ന് പറയുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും പറയുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേൾക്കാതെ എങ്ങനെയാണ് വിശ്വാസം വരുന്നതെന്ന്. അതുകൊണ്ട് അവിടെ നിർത്താം. കേൾപ്പിക്കുകയാണ് സത്യവചനം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കടന്നുവാ. കർത്താവ് വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആണ്ടിൻ്റെ ആരംഭം തന്നെ തീരുമാനമെടുക്കാം. ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിന് നിനക്ക് സറണ്ടർ ചെയ്ത് തരുന്നു, നിനക്ക് തരുന്നു. എന്നെ നിൻ്റേതാക്കി മാറ്റണേ. സിമ്പിളായിട്ട് ഞാൻ നിൻ്റേതായി. നീ എൻ്റെ പരിശുദ്ധാത്മാ എന്നിൽ വസിക്കണമേ. ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശ് മരണം ഏറ്റെടുത്തു. എൻ്റെ പാപം അവനവൻ്റെ, വേറൊരാൾക്കത് ചെയ്യാൻ ഒക്കൂല. ആ രക്ഷയിലേക്ക് കടന്നു പോവാം. ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി മാനിക്കാൻ ആഗ്രഹിക്കുന്നു. കടന്നു പോവാം. അങ്ങ് പ്രാർത്ഥിക്കാം. നാഥാ, പിതാവിൻ്റെ സ്നേഹം കാണിക്കാൻ പുത്രൻ ഇറങ്ങി വന്നു. പുത്രൻ അത് മുഴുവനും ചെയ്തു. മനുഷ്യനായിട്ട് വിളങ്ങി എന്നാണ് പറയുന്നത്. എങ്ങനെ മനുഷ്യനായിട്ട് വിളങ്ങി? ഭൂമിയിൽ ജീവിച്ച് ആരെങ്കിലും വിളങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാളേ ഉള്ളൂ, അത് യേശു. സ്വർഗത്തിൽ തൻ്റെ ദൈവത്വത്തെ ഉരിഞ്ഞു വെച്ച് മനുഷ്യനായിട്ട് വന്ന് ഞങ്ങളുടെ കൂടെ ജീവിച്ച് മനുഷ്യനായിട്ട് വിളങ്ങി ജീവിക്കാൻ ഒക്കുമെന്ന് കാണിച്ച് പാപത്തിനടിമയാകാതെ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്കും കൂടെ വീണ്ടെടുപ്പ് തന്നതിന് നന്ദി പറയുന്നു. ആ ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം, പാപമില്ലാത്ത രക്തം പാപികളായ മനുഷ്യർക്ക് വേണ്ടി ചൊരിഞ്ഞതിനാൽ ഇന്ന് നിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമില്ലാത്ത മക്കളുടെ പദവിയിലേക്ക് ഞങ്ങളെ ആക്കി, അപ്പനും മക്കളുമെന്നുള്ള പദവിയിൽ ഞങ്ങളെ ഒന്നിച്ചാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം എന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മാവിൻ്റെ തീയ് ഞങ്ങളുടെ മേൽ പടരണം. അപ്പച്ച, ഇത് കത്തിയത് ഒരിക്കലും കെടരുത്. ഇതിനകത്തെ എണ്ണ ഒരിക്കലും തീർന്നു പോകരുത്. വെളിച്ചം, ഇരുട്ടിൽ വെളിച്ചത്തിന് ആവശ്യമുണ്ട്. ഇരുട്ടിൽ തപ്പി നടക്കുന്ന തലമുറകളുടെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവ് തീ കത്തിച്ചേ പറ്റും. പൗലോസിനെ സന്ദർശിച്ച ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വഴിതെറ്റി നടപ്പുണ്ടെങ്കിൽ സന്ദർശിച്ചേ പറ്റും. നീ എല്ലാവരും തിരിച്ചു കൊണ്ടിരുന്ന ദൈവമാണ്. നിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ ശാന്തരാകുക. പച്ച, സമാധാനം കിട്ടാൻ വേണ്ടി ഉഴന്ന് നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. സങ്കടം തോന്നും. ഓരോരുത്തർ യേശു ആരാന്നും യേശുവിനെക്കുറിച്ച് എന്ത് പറയുന്നെന്ന് കേൾക്കാൻ ചിലർ കേൾക്കാത്ത ഭവനങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ വചനം അവിടെ ചെന്ന് കൊള്ളട്ടെ, പ്രവർത്തിക്കട്ടെ. അതാ ആത്മാവിൽ അനേകരെ വീണ്ടെടുക്കുന്നൊരു വർഷമായിട്ടത് 2025 ആകട്ടെ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.